CPM സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ കലഹം. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയില്ലെന്നാണ് പരാതി. 10 വർഷം മുൻപ് ചെറുപ്പക്കാരായിരുന്നവർ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന പരിഹാസവും യോഗത്തിലുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എപ്പോൾ അവസരം കിട്ടുമെന്നും ചോദ്യം ഉയരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം കുറെ നാളായി CPM-നുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉയരുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വലിയ രീതിയിലുള്ളൊരു കലഹം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ള പരാതിയോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അസ്വാരസ്യങ്ങളായി ഉയരുന്നത്? പ്രധാനമായിട്ടും ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. CPM-ന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായിട്ടും മുൻപ് മത്സരിച്ചിരുന്ന പല ആളുകൾക്കും വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതിൽ ആലത്തൂരിൽ KD പ്രസേനനും അതുപോലെ തന്നെ നെന്മാറിൽ K ബാബു എന്നിവരെ മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. അതിലും ഈ രണ്ടിടങ്ങളിലും പകരം ഉള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ളത് പ്രായമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് യുവാക്കൾ പ്രധാനമായിട്ടും പറയുന്നത്. ജില്ലാ കമ്മിറ്റിയിലാണ് പട്ടികയ്ക്കെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നുള്ളതാണ്. 10 വർഷം മുമ്പ് ചെറുപ്പക്കാരായിരുന്നവർ ഇപ്പോഴും വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ അവസരം കിട്ടുമെന്നും എപ്പോഴാണ് അവസരം കിട്ടുമെന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയരുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അതിൽ ആലത്തൂരും നെന്മാറയും ഒഴിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതത് MLA-മാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരമാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഒരു സ്വതന്ത്രനെയായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഒപ്പം തന്നെ ഈ ആലത്തൂരും അതുപോലെ തന്നെ നെന്മാറയും ഒക്കെ യുവാക്കൾക്ക് അവസരം ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ യുവാക്കളെ ആരെയും പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാന പരാതിയായിട്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.